അവിടുത്തെ വാർഡ് കൗൺസിൽ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് തത്സമയം. KKM സുനിൽ വാർഡ് കൗൺസിലാണ്. ശ്രീ സുനിൽ, നിങ്ങളൊക്കെ ഈ നാട്ടിലെ ഈ വാർത്ത കേൾക്കുമ്പോൾ ആദ്യം ഒരു കുഞ്ഞിനെ കാണാതെ പോകുന്നു എന്നുള്ളതാണ്. ഒരു കുഞ്ഞിനെ നമുക്ക് കാണാതെ പോകുമ്പോൾ അറിയാമല്ലോ, 2 വയസ്സ് മാത്രമേ ഉള്ളൂ. ആ കുഞ്ഞിന് എത്ര പരിധി വരെ പോകാൻ കഴിയുമെന്ന് ഒക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ പിന്നീടാണ് മനസ്സിലാകുന്നത് ഒരു കുഞ്ഞിനെ പോലും എത്താത്ത രീതിയിൽ ഒരു കിണറ്റിലേക്ക് കുഞ്ഞ് വീണു പോകുന്നു. അപ്പോൾ ഈ സംഭവത്തിൻ്റെ ചുരുളടിയുന്നത് ഈ പ്രതിയുടെ കുറ്റസമ്മതത്തിന് ശേഷമാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഈ പ്രതിയെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ. ഇനി അത് ഒരുപാട് ചുരുളടിയേണ്ടതുണ്ട്. അമ്മയെക്കുറിച്ച് ചില സംശയങ്ങൾ അല്ലെങ്കിൽ അമ്മയുടെ മൊഴികളിൽ ചില പൊരുത്തക്കേടുകൾ ഉള്ളതായി കാണുന്നുണ്ട്. കാരണം എന്താണ്, ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, നല്ല നിലയിൽ ജീവിച്ച ആളുകളായിരുന്നു ഇവർ എന്ന് പറയുന്നുണ്ട്. നാട്ടുകാരിൽ പലരും പറയുന്നുണ്ട്. പിന്നീട് വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് വന്നു എന്നാണ്. നാട്ടുകാർക്ക്, താങ്കൾക്കറിയാവുന്ന ഈ ഹരികുമാർ, അദ്ദേഹത്തിൻ്റെ പ്രകൃതം എങ്ങനെയാണ്? ശ്രുതിയുടെ ഭർത്താവ് ശ്രീജിത്ത്, അവിടുത്തെ മുത്തശ്ശി, ഇവരുമായിട്ടൊക്കെ നേരത്തെ ആശയവിനിമയം നടത്താൻ കഴിഞ്ഞ വ്യക്തിയാണോ താങ്കൾ? അതെ, തീർച്ചയായിട്ടും എനിക്കത് വ്യക്തമായി ആ കുടുംബവുമായി നല്ല ബന്ധമുണ്ട്. കാരണം ഇവരിപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് 3 വർഷമേ ആയിട്ടുള്ളൂ. ഇതിന് മുന്നേ ഇവരുടെ സ്ഥലമെന്ന് പറയുന്നത് ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് കഷ്ടിച്ചൊരു 300 മീറ്റർ താഴോട്ട് മിടാന്നൂർക്കുടം കുളവറവിളാകം ഭാഗത്താണ്. ഈ കുടുംബം വളരെ മാന്യമായി താമസിക്കുന്ന നായർ സമുദായത്തിലെ ഒരു കുടുംബമാണ്. പക്ഷേ ഈ ഹരികുമാറിനെ സംബന്ധിച്ചിടത്തോളം ശരിക്ക് ഒറ്റവാക്കിൽ പറഞ്ഞാൽ 10 രൂപ ചില്ലറ വാങ്ങി എണ്ണിയെടുക്കാൻ അറിഞ്ഞുകൂടാത്തവനാണ് ഇപ്പോഴും. അതുകൊണ്ട് ഹരിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങനെ ഒന്ന് നടക്കും എന്ന് എനിക്ക് നന്നായിട്ട് ഹരിയെയും ആ കുടുംബത്തെയും അറിയാം. ഒരിക്കൽ പോലും നടക്കുമെന്ന് ഒട്ടുമേ പ്രതീക്ഷയില്ല. ഒരു കൊലപാതകം ചെയ്യാനുള്ള മനോധൈര്യം ഉള്ള ആളല്ല ഹരി എന്ന് ഞാനിപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്നു. പക്ഷേ ആ കുടുംബത്തിലെ സാമ്പത്തിക പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ഹരിയാണ് ചെയ്തു എങ്കിലും ആത്മഹത്യക്ക് 1-2 തവണ ശ്രമിച്ചു എന്ന് പറയുന്നു. അത് ശരിയാണോ? അതിൻ്റെ കാരണം അന്വേഷിച്ചിരുന്നോ താങ്കൾ? സാർ, ഞാൻ അന്വേഷിച്ചെന്ന് പറയുന്ന ആത്മഹത്യാശ്രമമല്ല, വെറും നുണപ്രചരണമാണ്. അതായത് ഒരിക്കൽ പറഞ്ഞത് ഇവർ ഈ കുട്ടിക്ക് മുത്തശ്ശി രാഗിണി ചോറ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി ആ ഗേറ്റ് തുറന്നു കിടന്നതുകൊണ്ട് മുത്തശ്ശിയിൽ നിന്ന് ഓടി റോഡിലേക്ക് കയറുകയും ആ കയറ്റത്തിൽ നിന്ന് വന്ന ഒരു വാഹനം ഇറക്കത്തിലേക്ക് വന്ന് ഈ കുട്ടിയെ ഇടിച്ച് റോഡിൽ തെറിപ്പിച്ചിട്ടിട്ട് വാഹനം പോയി. ഇത് കണ്ട് മുത്തശ്ശി കിണറിൽ ചാടി ആത്മഹത്യ ചെയ്തു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ അത്യാസന്ന നിലയിലാണ് എന്നാണ് ശ്രീതു ചില ആളുകളോട് പറഞ്ഞ് പൈസ വാങ്ങിയിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. ഇതൊരു ചെറിയ ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ പറയുന്നതിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസം. നല്ല ചെറുപ്രായത്തിൽ തന്നെ ജോലി കിട്ടുന്നു, അതും നല്ല മികച്ച ഒരു സ്ഥാപനത്തിൽ ഉള്ള ജോലിയാണ്. ആ ജോലിയിൽ നിന്നും നല്ല വരുമാനമൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ പിന്നീട് ഇത്രയധികം സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ 30 ലക്ഷം ഒരു കെട്ടുകഥയായിരുന്നോ? പോലീസും അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച് എന്താണ് താങ്കൾക്കും അവിടെയുള്ള നാട്ടുകാർക്കും പറയാനുള്ളത്? സാറേ, ഈ ശ്രീധുവിന് വളരെ ചെറുപ്രായത്തിലെ അല്ല ജോലി കിട്ടിയത്. ജോലി കിട്ടിയിട്ട് ഏതാണ്ട് കഷ്ടിച്ചൊരു 2-3 വർഷത്തിനകത്തേ വരുള്ളൂ. അത് ക്ഷേത്ര ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള താൽക്കാലിക ജീവനക്കാരി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ശ്രീധു ഇവിടുത്തെ ആളുകളോടെല്ലാം പറഞ്ഞത് ദേവസ്വം ബോർഡിൽ 1 ലക്ഷം രൂപയ്ക്ക് പുറത്ത് സാലറി കിട്ടുന്ന ഉദ്യോഗസ്ഥയാണ്. ദേവസ്വം ബോർഡിൽ ജോലി വാങ്ങി കൊടുക്കുന്നതിന് എനിക്ക് കഴിയും, പരിചയമുള്ള ആളുകളുണ്ട്. അതിൻ്റെ പേരിലും ചില ആളുകളോട് പൈസ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്തരണത്തിൽ പൈസ വാങ്ങിയ ഒരു സംഭവം ഇങ്ങനെ ഒരു സുഹൃത്ത് പറഞ്ഞതായിട്ട് ഇവരോടൊപ്പം ജോലി ചെയ്യുന്ന ഒരു ടീച്ചർ തന്നെ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട് ഒരാഴ്ച മുമ്പ്. അതായത് സുനിലിനെ മനസ്സിലാക്കിയ ഹരികുമാർ ഇങ്ങനെ ചെയ്യില്ല, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യില്ല. അത് ഒരു അത്ഭുതം താങ്കൾ കാണുന്നുണ്ട്. അത്ഭുതം കാണുമ്പോഴാണ് ചില ചോദ്യങ്ങൾ വരുന്നത്. ഇനി വിശദമായ ചോദ്യം ചെയ്യണം, പോലീസാണ് ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടത്. പക്ഷേ നമുക്ക് ചില അനുമാനങ്ങൾ ആ നിമിഷം വരെ നമുക്ക് നടത്തുക മാത്രമേ നിവർത്തിയുമുള്ളൂ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഈ ഒരാൾ വിചാരിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ? ഇയാൾ മാത്രം, അതല്ല ഇനി മറ്റാരെങ്കിലും രക്ഷപ്പെടുത്താൻ കൂടി പറയുകയാണോ? അങ്ങനെ ഈ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ചില തെളിവുകൾ നിങ്ങൾ കണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇവരുടെ ആദ്യത്തെ മൊഴി, മുത്തശ്ശിയുടെ മൊഴി, ഒരു കുഞ്ഞിനെ കാണാതാകുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രയാസമുണ്ടല്ലോ, ആ പ്രയാസമൊന്നും ആദ്യം ഇവരുടെ മുഖത്തൊന്നും കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നവരുമുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്കിൽ നിന്ന് താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? സാർ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ശരിക്കുണ്ട്. കാരണം ഞാനൊരു 6:30 മണിയോടുകൂടി അവിടെ അറിഞ്ഞെത്തുകയാണ്. എത്തുമ്പോൾ ഈ കുട്ടിയുടെ മുത്തശ്ശി രാഗിണി അലമുറയിട്ട് കരയുന്നുണ്ട്. പക്ഷേ ശ്രീധുവിൽ നിന്ന് അത്തരത്തോളം സങ്കടം കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. ശ്രീധു പറയുന്നു, കുട്ടിയെ ഞാൻ ബാത്റൂമിൽ പോകുമ്പോഴേക്കും കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് കിടത്തിയതിന് കിടക്കുന്നുണ്ടായിരുന്നു.
ബാത്റൂമിലിരിക്കുമ്പോൾ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നു. അമ്മയോട് വിളിച്ച് കുട്ടിയെ എടുക്കാൻ പറയുന്നു. പക്ഷെ തിരിച്ചു വരുമ്പോൾ കുട്ടിയെ കണ്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത് പറയുന്ന രീതിക്ക് തന്നെ വളരെ വ്യത്യാസമുണ്ട്. ഇത് ഈ സംഭവത്തിൽ വളരെ ദുരൂഹത, അതായത് ഹരികുമാറിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇത്. ഹരിക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ഇത്തരണത്തിലൊരു സംഭവം ചെയ്യാൻ, ഒരു കൃത്യം ചെയ്യാൻ ഒരിക്കലും കഴിയുന്ന, ആരോഗ്യപരമായും ബുദ്ധിപരമായും വളർച്ചയുള്ളൊരു കുട്ടിയല്ല ഹരി എന്ന് അടിവരയിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഈ ശ്രീതുവും ശ്രീജിത്തും തമ്മിലുള്ള പ്രശ്നം വഷളായത് എങ്ങനെയാണ്? ഈ ദിവസത്തെ, ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയുണ്ടല്ലോ, ഒരു 16-ാം അടിയന്തരം നടക്കുന്ന ഒരു ദിവസമാണ്. ഈ ദിവസം തന്നെ ഇങ്ങനെ ഒരു കൃത്യം തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യം എന്ത്? ഇവർ തമ്മിലൊരു, അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ, അല്ലെങ്കിൽ സഹോദരിക്കൊപ്പം നിൽക്കുന്ന ഒരു സഹോദരൻ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു കുഞ്ഞിനെ അവിടെ ഇല്ലാതാക്കുക, ഒരു മറ്റൊരു കുഞ്ഞും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കുക, അതിൻ്റെ ലക്ഷ്യമെന്ത്? അങ്ങനെയൊക്കെ സംശയിച്ചാൽ സാർ, അത് നമുക്ക് സംശയിക്കുന്ന പറഞ്ഞാൽ ഇന്ന് ആ കുട്ടിയുടെ മുത്തശ്ശൻ മരിച്ച 16-ആണ്. ഈ 16-ന് വേണ്ടിയാണ് കുട്ടി, ഈ ശ്രീതുവിൻ്റെ ഭർത്താവ് വന്ന്, ശ്രീതുവും ഭർത്താവും വർഷങ്ങളായി രണ്ട് വീടുകളിൽ കഴിയുന്നവരാണ്. ശ്രീതുവിൻ്റെ ഭർത്താവ് പാറശാല ഭാഗത്തെ കൊറ്റാമം പ്രദേശത്തെ എങ്ങാണ്ടോ സ്വദേശിയാണ് എന്നെനിക്കറിയാൻ കഴിഞ്ഞു. പക്ഷേ പുള്ളി ഇവിടെ വരാറില്ല. പുള്ളി ഇവിടെ വന്നത് തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട് വന്നു. മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ അതിലെ കുടുംബത്തിലെ ആളുകൾ ഇരുന്ന് കണക്ക് നോക്കുമ്പോൾ ഏതാണ്ട് 10-50 ലക്ഷം രൂപയ്ക്ക് പുറത്ത് കടമുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ശ്രീതുവിൻ്റെ ഭർത്താവിനെ ഇവിടെ നിർത്താതെ അവർ ബന്ധുക്കൾ പറഞ്ഞു വിട്ടു. കാരണം എന്ന് വെച്ചാൽ ഈ ബാധ്യത അയാളെ തലയ്ക്ക് വരും, നാട്ടുകാർ അയാളോട് പൈസയ്ക്ക് വരും. അതുകൊണ്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അയാൾ പറഞ്ഞു വിട്ടു. ഇന്ന് ഈ ചടങ്ങിന് 16 അടിയന്തര ദിവസമായതുകൊണ്ട് ഇന്നലെ അയാൾ വന്നു എന്നതാണ്. അല്ലാതെ ഈ നാട്ടിലെ അയാൾ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇന്നലെ വന്നത് എപ്പോഴാണ് ഈ വ്യക്തി? അതിനുശേഷം രാത്രിയിലോ മറ്റോ ഇവർ തമ്മിൽ എന്തെങ്കിലും വാക്കുതർക്കമോ മറ്റോ ഉണ്ടായോ? അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇന്നലെ രാത്രി, കാരണം ഇന്ന് വെളുപ്പിനെ നടന്ന ഒരു കൃത്യമായതുകൊണ്ട് ഇന്നലെ രാത്രി അവിടെ എന്തെങ്കിലും ആ വീട്ടിൽ സംഭവിച്ചുവോ?